ലോക്ക്ഡൗൺ കാലത്ത് പ്രചാരമേറിയ വീഡിയോ കോൺഫറൻസ് ആപ്പ് രംഗത്തേക്ക് ചുവടുവെച്ച് ജിയോയും. ജിയോ മീറ്റ് എന്ന വീഡിയോ കോൺഫറൻസിംഗ് സംവിധാനത്തിൻ്റെ ബീറ്റാ പതിപ്പാണ് ആരംഭിച്ചത്. ജിയോ മീറ്റിൽ 100 പേർക്ക് ഒരേ സമയം വീഡിയോ കോൺഫറൻസിൽ പങ്കെടുക്കാം. ടൈം ലിമിറ്റ് ഇല്ലാതെ ഇത് അനുവദിക്കുന്നു എന്നാണ് ഇന്ത്യനായ ജിയോ മീറ്റിൽ നൽകുന്ന മേന്മ. ലോക്ക്ഡൗൺ കാലത്ത് ഏറെ ജനപ്രിയമാകുകയും പിന്നീട് സർക്കാർ സംവിധാനം പോലും ഉപയോഗിക്കുന്ന സൂം വീഡിയോ കോൺഫറൻസിംഗ് സംവിധാനത്തിന് വെല്ലുവിളിയാകുകയാണ് ജിയോ മീറ്റ്. സൂമിനെതിരെ ഉയരുന്ന സ്വകാര്യതയും സുരക്ഷയും സംബന്ധിച്ച ആരോപണങ്ങൾക്ക് മറുപടി എന്ന രീതിയിൽ കൂടിയാണ് ജിയോ മീറ്റിന്റെ വരവ്. ഇമെയിൽ ഐഡിയോ ഫോൺ നമ്പറോ ഉപയോഗിച്ച് 100 പേർക്ക് ഒരേ സമയം ജോയിൻ ചെയ്യാം. HD ക്വാളിറ്റി വാഗ്ദാനം ചെയ്യുന്നത് മാത്രമല്ല, ഒരു ദിവസം എത്ര മീറ്റിംഗ് വേണമെങ്കിലും സൗജന്യമായി നടത്താം. സൂമിലെ പോലെ വെയിറ്റിംഗ് റൂം എന്ന സംവിധാനം ഉണ്ടാകുകയും ഓരോ മീറ്റിലും പാസ്വേഡ് ഉപയോഗിച്ച് സുരക്ഷിതമായി വെക്കാൻ സാധിക്കുകയും ചെയ്യും. ക്രോം, ഫയർഫോക്സ് എന്നീ ബ്രൗസർ വഴിയും ആപ്പ് വഴിയും ലോഗിൻ ചെയ്യാം. മാക്, iOS, ആൻഡ്രോയിഡ്, വിൻഡോസ് എന്നിവയ്ക്ക് ആപ്ലിക്കേഷൻ വികസിപ്പിച്ചിട്ടുണ്ട്. ഇന്റർഫേസിൽ സൂമുമായി ഏറെ സാമ്യമുണ്ട് ജിയോ മീറ്റ് പ്ലാറ്റ്ഫോമിനും. മൾട്ടി ഡിവൈസ് ലോഗിൻ സപ്പോർട്ടുണ്ട്. ഇത് 5 ഡിവൈസിൽ വരെ നൽകിയിരിക്കുന്നു. സ്ക്രീൻ ഷെയറിംഗ് മാത്രമല്ല, സേഫ് ഡ്രൈവിംഗ് മോഡും സൂമിനേക്കാൾ മികവുള്ളതാണെന്നാണ് ജിയോ അവകാശപ്പെടുന്നത്. ഇപ്പോൾ പബ്ലിക്കിന് ഈ പ്ലാറ്റ്ഫോം ലഭ്യമാകുന്നുണ്ടെങ്കിൽ തന്നെ നേരത്തെ തന്നെ ഇതിന് ടെസ്റ്റിംഗുകൾ ആരംഭിച്ചിരുന്നു. ഇന്ത്യയിൽ തന്നെ 38 കോടി ഉപഭോക്താക്കൾ നിലവിൽ ജിയോക്കുണ്ട്. അതിനാൽ തന്നെ സൂമുമായി പൊരുതാൻ റിലയൻസ് ജിയോ പ്ലാറ്റ്ഫോമിലൂടെ സാങ്കേതിക കണക്കിലെടുത്താൽ വിജയം വരിക്കുമെന്നാണ് ടെക് ലോകത്തിന്റെ വിലയിരുത്തൽ. ഇന്ത്യൻ നിർമ്മിത ആപ്പ് ആയതുകൊണ്ട് ഇതിനെ പ്രോത്സാഹിപ്പിക്കേണ്ട കടമയും നമ്മൾക്കുണ്ട്. ഇന്ത്യയിൽ നിന്നും ഇതുപോലുള്ള നിരവധി ആപ്പുകൾ വരട്ടെ എന്ന് പ്രതീക്ഷിക്കാം. വീഡിയോ കണ്ടതിൽ വളരെയധികം നന്ദി.